മലയോര ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ ഇക്കഴിഞ്ഞ 8.5 വർഷത്തിനിടയിൽ ഇടതുമുന്നണി സർക്കാർ മലയോര ജില്ലകൾക്കായി നടപ്പിലാക്കിയത് പ്രത്യേക പാക്കേജുകളും നിരവധി പദ്ധതികളും. എന്നാൽ ഇതെല്ലാം മറച്ചുവെച്ച് സർക്കാരിനെതിരെ വ്യാജ പ്രചരണത്തിനിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷവും ഒരു കൂട്ടം മാധ്യമങ്ങളും. 1977 മുമ്പുള്ള മുഴുവൻ അർഹനായ കുടിയേറ്റ കർഷകർക്കും പട്ടയം നൽകാൻ നടപടികൾ എടുത്തതു മുതൽ തുടങ്ങുകയാണ് ഇടതുമുന്നണിയുടെ കരുതൽ. കാലങ്ങളായി പരിഹരിക്കാതെ കിടന്ന പട്ടയ പ്രശ്നങ്ങൾക്കാണ് സർക്കാർ പരിഹാരം കണ്ടത്. ഇക്കഴിഞ്ഞ 3 വർഷ കാലയളവിൽ മാത്രം 1,80,887 പേർക്കാണ് പട്ടയം അനുവദിച്ചത്. ഇടുക്കിയിൽ നിലനിന്നിരുന്ന ഭൂപ്രശ്നം പരിഹരിക്കുന്നതിന് 1960 ഭൂപ്പതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തി നിയമം പാസാക്കിയതിലൂടെ 100 കണക്കിന് കുടുംബങ്ങളുടെ കണ്ണീരൊപ്പിയത് ഇടതുമുന്നണി സർക്കാരാണ്. ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് മലയോര നിവാസികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തിയാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ UDF കൊണ്ടുവന്ന വനം നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന പ്രഖ്യാപനവും ഇതിൻ്റെ ഭാഗമാണ്. LDF സർക്കാരിൻ്റെ ഈ നടപടികളെ മലയോര ജനത ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത്. ഇതിൽ വിറളി പൂണ്ട പ്രതിപക്ഷം കള്ളപ്രചരണങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഏറ്റവും വലിയ ദുരന്തം വന്യജീവി ആക്രമണമാണ്. അതിനെ മറയാക്കിയാണ് കള്ളപ്രചരണങ്ങൾ. വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് 1972 കേന്ദ്ര നിയമമാണ്. അതിനെതിരെ ചെറുവിരലനക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇക്കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയ അവിടുത്തെ MP നിലപാട് പോലും കേന്ദ്രത്തിന് അനുകൂലമായിരുന്നു. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 11(1)(a) അനുസരിച്ച് വന്യജീവികളെ നേരിടുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയമങ്ങൾ പ്രത്യക്ഷത്തിൽ കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്കെതിരാണ്. ഈ നിയമം മൂലം ആക്രമണകാരികളായ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. 1972 പ്രസ്തുത കേന്ദ്ര നിയമം ഭരണഘടനയുടെ 252 അനുച്ഛേദ പ്രകാരമാണ് പാർലമെൻറ്റ് പാസാക്കിയത്. അതിനാൽ അത് ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് മാത്രം സാധിക്കുന്നതല്ല. ഈ സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച എല്ലാ കർശന നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും ലഘൂകരിക്കണമെന്നും കേരളം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ട സംസ്ഥാനത്ത് നിന്നുള്ള UDFൻ്റെ 19 MP-മാർ ഇതിന് തയ്യാറാകാതെ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത്. അതാണ് ജാഥയുടെ പേരിലും അരങ്ങേറുന്നത്. ജനങ്ങൾ ഭയപ്പെടുന്ന വന്യജീവികളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമ്പോൾ അതിന് ഇടംകോലിടുകയാണ് UDFും കോൺഗ്രസും. ജനങ്ങളെ ദ്രോഹിക്കാൻ കേന്ദ്ര സർക്കാരിനൊപ്പം നിന്ന ശേഷം ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ പൊറാട്ട് നാടകം കളിക്കുകയാണ് കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കൾ.